ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 66ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ബി ഡാൻസ് മാരത്തോൺ ടാസ്കിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കണ്ടത് ആര്യനും അതേപോലെ തന്നെ സാബുമാനായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവസാനം ഇവർക്ക് കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആര്യനായിരുന്നു ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത്. എനിക്ക് തോന്നുന്നു 38 കോയിനോ അങ്ങനെന്തോ ആര്യന് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ആര്യൻ അത്രയും നന്നായിട്ട് അടിപൊളിയായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ സാബുമാനാണെങ്കിലും നന്നായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെങ്കിലും ആര്യൻ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രൊമോയിൽ നമ്മൾ കാണുന്നുണ്ട് ആര്യന് ബിഗ് ബോസ് എന്തോ സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആര്യന് അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടുമായിരിക്കും ആ സീക്രട്ട് ടാസ്കും കൂടെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് പി ആറിൻ്റെ ഒരു വഴക്കായിരുന്നു. അനീഷ് ആതിര നൂറിയായിട്ട് പി ആറാണ്, എല്ലാവർക്കും പി ആറുണ്ട്, എനിക്ക് മാത്രം പി ആറില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതേപോലെ ഇവരിടുന്ന ഡ്രസ്സ് കൊളാബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വഴക്കുണ്ടായിരുന്നു എല്ലാവരും കൂടെ. രാവിലെ തന്നെ ബിഗ് ബോസ് മോർണിംഗ് സോങ് ഇടുന്നതിന് മുമ്പ്, വേക്കപ്പ് സോങ് ഇടുന്നതിന് മുമ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ആ വീട്ടിനകത്ത് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഉണ്ട്, പി ആർ ഉണ്ട്. പിന്നെ കൊളാബും ഉണ്ടാവും, കുറേ പേർക്ക് ഉണ്ടാവും. മേ ബി ഇവർക്ക് മാത്രം ആവില്ല. ഈ പറഞ്ഞ പോലെ അനുമോളാണെങ്കിലും ബിന്നിക്കാണെങ്കിലൊക്കെ മേ ബി ഡ്രസ്സ് കൊളാബായിരിക്കും. കാരണം അവരൊക്കെ സെലിബ്രിറ്റീസാണ്. പിന്നെ ഇപ്പോൾ ആതിര നൂറിയും അവർക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് ഉണ്ടാവുമായിരിക്കും അത്യാവശ്യം കൊളാബും കാര്യങ്ങളും. പക്ഷേ ഇത് പി ആർ ഒക്കെ ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയണതിൻ്റെ ഒരു ആവശ്യമില്ല. അനീഷ് എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എനിക്കറിയില്ല. കാരണം അവർക്ക് കൊളാബിൽ ഡ്രസ്സ് കൊടുത്താലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് വോട്ടിങ്ങിൽ ഒരു വ്യത്യാസം വരില്ല. കാരണം അവരുടെ ഡ്രസ്സ് നോക്കിയിട്ടല്ലല്ലോ ആൾക്കാർ അവർക്ക് വോട്ട് കൊടുക്കുന്നത്, പെർഫോമൻസ് നോക്കിയിട്ടാണ്. പിന്നെ പി ആറിനെ കുറിച്ചിട്ട് പറയാം, പക്ഷേ കൊളാബിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഒരു വഴക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം വീണ്ടും വെസൽ ക്ലീനിങ്, പാത്രം കഴുകുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് പേര് കഴുകി കുറച്ച് പേര് കഴുകിയില്ല പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വീണ്ടും അനീഷയുടെ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം അക്ബർ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, രാവിലെ അനീഷിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ആൾക്ക് കൊടുത്ത പാത്രം ആൾ കഴുകിയിട്ടില്ല, കുറച്ച് കഴുകിയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അവനോ കഴിച്ച പ്ലേറ്റുകൾ അവനോ തന്നെ കഴുകണം. അതാണ് ഒരു ഗുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത മഗ് ഇതല്ലാണ്ട് അതെല്ലാം ആ സിങ്കിലിട്ടിട്ട് ഇതെല്ലാം വെസൽ ക്ലീം കഴുകണം എന്ന് പറയുമ്പോൾ അതത്ര നല്ല ഒരു ശീലമല്ല. കാരണം വീട്ടിലാണെങ്കിലും നമ്മൾ കഴിച്ച പ്ലേറ്റ് നമ്മൾ തന്നെയല്ലേ കഴുകുക. അപ്പോൾ അത് അവിടെയും ഫോളോ ചെയ്യണോ ഒരു കുഴപ്പമില്ല. അത് വെസൽ ടീമിൻ്റെ തലയ്ക്ക് ഇടണതിൻ്റെ ഒരു ആവശ്യമില്ല അവിടെ. അപ്പോൾ അതായിരുന്നു ഒരു വഴക്ക്. പിന്നെ അവർ യൂസ് ചെയ്ത പ്ലേറ്റും മഗും അവർ തന്നെ കഴുകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ കഴുകാനുള്ള വെസൽസിൻ്റെ എണ്ണം അത്രയും കുറയുക ചെയ്യുക. അതാണൊന്ന്. പിന്നെ വേറൊന്നത് കണ്ടത്, ആര്യൻ ചപ്പാത്തി മാവ് കുഴക്കാനിടയ്ക്ക് കുറച്ച് നേരം അത് തുറന്നു വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ലക്ഷ്മിയോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ലക്ഷ്മി ആര്യനെ പറയുന്നതാണ്. കാരണം എന്ത് യൂസ് ചെയ്യാനും അത് ജസ്റ്റ് ഒരു ലിഡ് കൊണ്ട് അടയ്ക്കണം, അതിനകത്ത് പാറ്റിയും ഇതൊക്കെ വന്നിരിക്കും, എലിയൊക്കെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആര്യൻ്റെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തു. കാരണം നമ്മൾ എന്ത് ഫുഡാണെങ്കിലും, ഈവൻ ഇപ്പം ചപ്പാത്തി മാവല്ല, എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും നമ്മളത് അടച്ചു വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഈച്ചയും മറ്റ് സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ്. അത് അൺഹൈജീനിക്കാണ്, നമുക്ക് തന്നെ ദോഷം. വെജിറ്റബിൾസൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. പക്ഷേ ചപ്പാത്തി മാവാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൊണ്ട് കളയെ നിവൃത്തിയുള്ളതും അതിനകത്ത് വന്നിരുന്നോ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആര്യൻ്റെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആര്യൻ എന്താ പറയുക, അത് വലിയൊരു ഇഷ്യൂ ആക്കിയൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഷാനവാസാണ്. അപ്പോൾ അതായിരുന്നു വേറൊരു ഇഷ്യൂ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ മെയിൻ ഹൈലൈറ്റ് ബിഗ് ബോസിൻ്റെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. ഇന്നത്തെ പ്രൊമോയിൽ അധികം എനിക്ക് തോന്നുന്നു സീക്രട്ട് ടാസ്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.